2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായാൽ, അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാൽ, ഇത് കോൺഗ്രസിനെയും UDFിനെയും എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. രാഹുലിന് സ്ഥാനാർത്ഥിത്വം നൽകിയാൽ ആരോപണ വിധേയൻ എന്നുള്ള അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ലൈംഗിക ആരോപണം നേരിടുന്ന വ്യക്തിക്ക് സീറ്റ് നൽകി എന്നുള്ള ഒരു വാദം, അല്ലെങ്കിൽ അതിനെ ഒരു ആയുധമാക്കി CPM അതിനെ നേരിടുകയും ഉറപ്പായിട്ടും അതിനെ ഒരു ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു ആയുധമാക്കിയാൽ അത് കോൺഗ്രസിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ്. ജനം അതാണോ വിലയിരുത്തുക, അതല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭൂലോക തോൽവിയുടെ 10 വർഷത്തെ ഭരണം എന്ന പേരിലുള്ള തെമ്മാടിത്തരങ്ങളെയാണോ ജനം വിലയിരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നിഷേധിച്ചു കഴിഞ്ഞാൽ, രാഹുൽ എന്ന് പറയുന്നത് പാർട്ടിയാണ്, അയാളെ പിന്തുണക്കുന്ന ആയിരക്കണക്കിന് വരുന്ന പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കുന്ന ആളുകളും സാധാരണക്കാരായ പ്രവർത്തകരും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അയാളെ വലിയ ഒരു പൊതുസമൂഹം പിന്തുണക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അങ്ങനത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നിഷേധിക്കുക വഴി കോൺഗ്രസിന് എന്തെങ്കിലും കോട്ടമുണ്ടാകുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതിന് രണ്ടിനും ഉത്തരം നൽകേണ്ടത് പ്രേക്ഷകരായ നിങ്ങളാണ്. ഇത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട്, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇത്രയും ദിവസം സംസാരിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ അതിവേഗത്തിലുള്ള തീരുമാനങ്ങളിലേക്കും നടപടികളിലേക്കും സ്ഥാനാർത്ഥി നിർണയങ്ങളിലേക്കും സീറ്റ് വിഭജന ചർച്ചകളിലേക്കും ഒക്കെ UDFും കോൺഗ്രസും ഒക്കെ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ വലിയ ഒരു പഠന ക്യാമ്പ് എന്നുള്ള രീതിയിൽ ലക്ഷ്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെയായിരിക്കണം പ്രവർത്തനങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ കോൺഗ്രസ് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചും കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾ, ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകിയാൽ, അയാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമോ എന്ന് ചോദിച്ചാൽ, രാഹുൽ ഏത് മണ്ഡലത്തിൽ മത്സരിക്കുന്നു അവിടെ അയാൾ തോൽക്കുമോ വിജയിക്കുമോ എന്നുള്ളതല്ല, മറിച്ച് ആ ഒരു വിഷയം രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലോടുകൂടി അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ ചർച്ചയാവുന്ന, അത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന ഒരു വലിയ ചർച്ചാ വിഷയമായി മാറുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലെന്ന് തന്നെയായിരിക്കും എൻ്റെ മറുപടി. ഇനി നിങ്ങളുടെ മറുപടി എന്താണെന്ന് നിങ്ങൾ പറയണം. എൻ്റെ മറുപടിയാണ്, എൻ്റെ ചോദ്യത്തിനുള്ള എൻ്റെ മറുപടി ഞാൻ പറയുകയാണ്. ഇല്ലെന്നായിരിക്കും അതിനുള്ള മറുപടി എന്നുള്ളതാണ്. കാരണം അതിനുള്ള ഉദാഹരണവും കാരണവും എന്ന് പറയുന്നത് 2025 ഡിസംബർ 9-നും 11-നും നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും 2025 ഡിസംബർ 13-ന് പുറത്തു വന്ന ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളുമാണ്, റിസൾട്ടുമാണ്. ആ ഫലങ്ങൾ നമ്മളോട് പറഞ്ഞതത്രയും ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ പ്രബുദ്ധരായ ജനം, കേരളത്തിലെ പൊതുസമൂഹം എവിടെയും ഒരിടത്തും രാഹുൽ മാങ്കൂട്ടം വിഷയം ആ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അല്ലേ? രാഹുൽ മാങ്കൂട്ടം വിഷയം ആ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പക്ഷേ അതിനുള്ള പോസിബിലിറ്റി എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ അത് മെജോറിറ്റിയും ആ പോസിബിലിറ്റി അല്ലെന്നുള്ളതാണ്. പിന്നെ എന്താണ് ആ പോസിബിലിറ്റി എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും വിവാദങ്ങളും പരാതിയും കേസും ഒക്കെ കേരളം ചർച്ച ചെയ്തു. പക്ഷേ കോൺഗ്രസ് ഒരു ഉറച്ച നിലപാട്, മാതൃകാപരമായ നിലപാട്, ധാർമ്മികത മുൻനിർത്തിയുള്ള ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതുകൊണ്ട് അത് കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹം നിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അവിടെയും അത് ചർച്ച ചെയ്തോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ആരോപണങ്ങളുടെ ഇതൊക്കെ ചർച്ച ചെയ്തു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ചർച്ചയായി. പക്ഷേ കോൺഗ്രസ് എടുത്ത ആർജവമുള്ള മാതൃകാപരമായ
ആർജവമുള്ള മാതൃകാപരമായ ധാർമ്മികത മുൻനിർത്തിയുള്ള നടപടി, ആ നടപടി ആണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയെ ക്ഷണിച്ചത്. അവരതാണ് നോക്കിക്കണ്ടത്. ആ നടപടി കാരണം രാഹുൽ മാങ്കൂട്ടം വിഷയം ഒരു തിരിച്ചടി ആയില്ല എന്ന് വെച്ചുകൊണ്ട് ഈ അങ്ങനെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതൃത്വം രാഹുലിന് സീറ്റ് നിഷേധിച്ചു കഴിഞ്ഞാൽ രാഹുലിനെ പിന്തുണക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഇവരുടെയൊക്കെ ഒരു പിന്തുണ, ഇവരുടെയൊക്കെ സമ്മതിദാനാവകാശം, ഇവരുടെയൊക്കെ വോട്ട് അത് മറ്റൊരു രീതിയിലേക്ക് വഴിമാറിപ്പോകുവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഇതിന് രണ്ടിനും, ഈ രണ്ടാമത്തേതിനുള്ള ഉത്തരം എൻ്റെ കയ്യിലില്ല. കാരണം രാഹുലിനെ സ്നേഹിക്കുന്നവർ, രാഹുലിനെ പിന്തുണക്കുന്നവർ അവരൊക്കെ കോൺഗ്രസിനെ പിന്തുണക്കുന്നവരാണ്, ഈ പ്രസ്ഥാനത്തെ പിന്തുണക്കുന്നവരാണ്, ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ രാഹുലിനൊരു സീറ്റ് നേതൃത്വം നിഷേധിച്ചു കഴിഞ്ഞാൽ അത് പല കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടന്നാൽ അത് പാർട്ടിയെ ഒരു പ്രതിരോധത്തിലാക്കാതിരിക്കാൻ വേണ്ടി പാർട്ടി ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നേരിടാതിരിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം എന്നുള്ള രീതിയിൽ ജനം അതിനെ കയ്യും നീട്ടി സ്വീകരിച്ച് പാർട്ടിയോടൊപ്പം നിന്ന് പാർട്ടിയെ വലിയ വിജയം നൽകി 2026 അധികാരത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെയും ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന പല പ്രതികരണങ്ങളും പലതും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഷുവർ, ഓഫ് കോഴ്സ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, പലരുടെയും പ്രതികരണങ്ങൾ അത് കോൺഗ്രസിന് വേണ്ടിയോ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല. അത് ചില ആളുകൾ കലക്കവെള്ളത്തിൽ ഒന്ന് മീൻ പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തുന്നതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു ഒരു വഴി കോൺഗ്രസിൻ്റെ മുന്നിലുള്ളത് എന്ന് വെച്ചാൽ കേസ് അവസാനിപ്പിക്കുന്നതോടുകൂടി രാഹുൽ വലിയ പ്രായമുള്ള ആളല്ല, യുവതലമുറയിൽ പെടുന്ന ആളാണ് എന്നൊക്കെ പരിഗണിച്ചുകൊണ്ട് കേസ് എവിടെ വരെ എത്തുന്നു എന്ന് നോക്കിക്കണ്ട് വരും കാലങ്ങളിൽ കേസിൻ്റെ കോടതി എടുക്കുന്ന നിലപാടിനെ അനുസരിച്ച് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ട് അയാളെ വേണ്ട രീതിയിൽ പരിഗണിക്കുക എന്നുള്ള ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാലും അത് പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഒക്കെ രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശനെതിരെ പോലും ഒരു കേസ് കൊണ്ടുവന്ന് അയാളെ ഒന്ന് പ്രതിസന്ധിയിലാക്കുവാൻ ശ്രമങ്ങൾ സഖാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധവുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം മുന്നിലെത്തിയത് എന്നുള്ളതാണ്. അയാളുടെ ഒരു അഭാവം അത് ഈ പറയുന്ന പല വേദികളിലും മുഴച്ചു നിൽക്കുന്നുമുണ്ട്. പല ഘട്ടങ്ങളിലും അയാൾ പാർട്ടിയുടെ വലിയ ഒരു അസറ്റായിരുന്നു, പാർട്ടിക്ക് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. അയാളെ കണ്ട് പാർട്ടിയുടെ അണികളിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. അയാളെ കണ്ട് പാർട്ടിയിലേക്ക് എത്തിയവരുടെ ആളുകളുടെ എണ്ണം അതും ഒരുപാട് അധികമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപായിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ ഒരു വലിയ ഒരു തീരുമാനം ഉണ്ടാവണമെന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് പാർട്ടിയുടെ ഭാഗത്തു നിന്നല്ല ഉണ്ടാവേണ്ടത്, പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം എന്ന് പറയുന്നത് പാർട്ടി അയാളെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷൻ ഇല്ലാതെ അയാളെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് പാർട്ടി കടന്നു കഴിഞ്ഞാൽ അത് മേ ബി സഖാക്കൾ വലിയ രീതിയിൽ അതൊരു പ്രചരണ വിഷയമാക്കി മാറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇടപെടലുകൾ ഉണ്ടാവേണ്ടത് കോടതിയുടെ ഭാഗത്തു നിന്നാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസ് വന്നു നിൽക്കുമ്പോൾ ആ കേസിൽ ഒരു തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിൻ്റെ തിരിച്ചുവരവിനുള്ള കാരണമാവുകയും ചെയ്യും എന്ന് മാത്രമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയാൾ പരിഗണിക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയായി മാറും. അല്ലേ? അയാൾ ചെറുപ്രായമാണ്, യുവത്വമാണ്, ഇനിയും പ്രായമുണ്ട് അല്ലെങ്കിൽ ഇനിയും കാലമുണ്ട്, ഇനിയും സമയമുണ്ട് എന്നൊക്കെ കരുതി അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത്.
മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ്. അയാൾ ഈ പാർട്ടിയുടെ മുന്നണി പോരാളിയാണ്, അയാൾ ഈ പാർട്ടിക്ക് വലിയ ഒരു അസറ്റാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിനുള്ള സാധ്യതകൾ 2 മാത്രമാണ്. ആ സാധ്യതകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഒന്നില്ലെങ്കിൽ എല്ലാം അവഗണിച്ചുകൊണ്ട് പാർട്ടി അയാളെ സ്ഥാനാർത്ഥിയാക്കണം, സീറ്റ് നൽകണം. അതല്ലെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങളും ആരോപണങ്ങളും മുൻനിർത്തിക്കൊണ്ട് അയാൾക്ക് സീറ്റ് നൽകാതെ മാറ്റി നിർത്തണം. കോടതി ഇതിലൊരു തീരുമാനം പറയുന്നത് വരെ, അയാൾ ഈ കേസിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അയാൾ അങ്ങനെ തുടരട്ടെ എന്ന് കരുതിക്കൊണ്ട് പാർട്ടി മാറ്റി നിർത്തണം. ഈ 2 സംഭവിച്ചാലും അത് എങ്ങനെയാണ് UDF-നെയും കോൺഗ്രസിനെയും ബാധിക്കുക, സ്വാധീനിക്കുക എന്നുള്ള വിഷയമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഇതിനുള്ള മറുപടി എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, മറക്കാതെ കമൻറ്റ് ചെയ്യണം. കാരണം എന്താണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ചിന്തിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു താല്പര്യത്തിന് പുറത്തുള്ള അന്വേഷണമായിട്ട് ഇതിനെ കാണണം. കാരണം രാഹുൽ എന്ന് പറയുന്നത് പാർട്ടിയുടെ വലിയ മുതൽക്കൂട്ടാണ്, വലിയ ഭാവിയുണ്ടായിരുന്ന, വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന യുവജന നേതാവാണ്. അതുകൊണ്ട് അയാൾ ഒതുക്കി നിർത്തേണ്ട വ്യക്തിയാണോ, അതല്ലെങ്കിൽ അയാൾ സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണോ എന്നുള്ളത് ജനം പറയട്ടെ, പ്രേക്ഷകർ പറയട്ടെ. നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്താണെന്നുള്ളത്.